കിട്ടുന്നുണ്ട്. ഇമ്മട്ടോ അവിടുത്തെ എല്ലാ ഇങ്ങനെ ഇരുന്നിട്ടാണ് കഴിച്ചത്. ഒന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ചെറുതായിട്ട് പച്ചടേ ഞാൻ സദ്യക്കാണ്. ഇന്ന് ചെറിയോടാണ്. സാധാരണ ഞങ്ങള് വലിയോണത്തിനാണ് എല്ലാ വീഡിയോസ് ഇതുവരെ ഇറക്കിയത്. പക്ഷെ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ, ഇന്ന് തന്നെ നമ്മളെ സ്പെഷ്യൽ വീഡിയോ വരികയാണ്. സോ ഡ്യൂഡിയും ഉമ്മി എല്ലാവരുടെ പൂക്കളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കാണിച്ചത് ഇത് ഇവിടെ തന്നെ വെക്കാൻ വേറെ ഒരു കാരണമല്ല. നമ്മളെ ലാസ്റ്റ് പോവുകയാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാനാണ്. ഞാൻ റിമോട്ട് പിടിച്ച് നിൽക്കുമ്പോൾ ഇതിങ്ങനെ ഇളകും. അപ്പൊ ലാസ്റ്റ് കണ്ട വഴി വിടും. ഗജപ്പം നാക്കണ നമ്മൾ വാങ്ങിയ പൂക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇന്നത്തേക്ക് ചെറുതായിട്ട് വാടി തുടങ്ങി. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ആക്കണേ എന്നുണ്ട്. ഈ പൂവൊക്കെ ഉണ്ടില്ലേ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളിപ്പോ ഇന്ന് തന്നെ സെറ്റ് ആക്കാണ്. നമ്മൾ ചെറുതായിട്ട് ഇവിടെ വരച്ചിട്ട് അത് നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടോന്ന് അറിയില്ല. അത്യാവശ്യം ഒരു സർക്കിളിൽ പോകുന്നതിന് കണ്ടില്ലേ, ഒരു ബ്ലൂ കളറിലാണ് വരച്ചത്. അമ്മത് ആദ്യം തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈ പൂവിനൊരു പ്രത്യേക തരം രസമല്ലേ. വാവ് നൈസ്. ഇവിടെ നിൽക്കട്ടെ, സെറ്റ് ആക്കിക്കോളി. ഇതൊക്കെ പിന്നെ ഇതാക്കണേ ഞങ്ങൾ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ച്. സോ ഇന്ന് കുറച്ച് ജോലി കുറഞ്ഞു കിട്ടി. ഡ്യൂഡി വളർത്തിട്ടുണ്ട്. ഡ്യൂഡി വെക്കണ ഫ്ലവേഴ്സ് ഒക്കെ അരിയാണ്. സോ ഫാസ്റ്റ് ഒക്കെ കുഞ്ഞാൽ നമ്മളെല്ലാ പരിപാടി നമ്മളെ മഞ്ഞ അവിടെ ഞാൻ പറഞ്ഞു മഞ്ഞ കിട്ടിയില്ല. സോ അതാക്കണ ഈ കളറുകളൊക്കെ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇമ്മ അല്ല പൂവിന്റെ ഡിസൈൻ ഇമ്മാണ്. ഓക്കെ കണ്ടില്ലേ ഞങ്ങൾ ഇതാക്കണ ആദ്യം ഇതിങ്ങനെ പൂ അരിഞ്ഞില്ല. ഈ പൂകളൊന്നും നമ്മൾ കട്ട് ചെയ്തില്ല. പിന്നെ കട്ട് ചെയ്യാണ്ട് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാണ്. അതായത് കുറച്ചുകൂടി നല്ല രസം ഉണ്ടാവും കാണാനല്ലമ്മ. കണ്ടില്ലേ ഇതാവുമ്പോ നല്ലൊരു രസം. ഇതിന്റെ ഇടയിൽ ആ മഞ്ഞും കൂടി കാണുമ്പോ നല്ല രസത്തിൽ വരുന്നുണ്ട്. പൊളി. ഡ്യൂഡി ഭയങ്കര പ്രൊഫഷണൽ ആണെന്ന് തോന്നിട്ടോ. കണ്ടില്ലേ ഡ്യൂഡി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ ആ ഫസ്റ്റ് അല്ല ഇതിന്റെ മെയിൻ ഔട്ട്ലുക്ക് നമുക്ക് കാണാം എന്താവുന്ന്. ഇതിപ്പോ ഒരു സൈഡിൽ എമ്മി അനിയത്തി എല്ലാവരും കൂടി അവിടെ ഫ്ലവേഴ്സ് ഇട്ടുണ്ട്. അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. സോ അപ്പത്തേക്ക് നമുക്ക് നമ്മുടെ സദ്യ തിന്നണ്ടേ നല്ല ഉഷാറുള്ള നമുക്ക് സദ്യ സെറ്റാക്കാം. ഇതിപ്പോ നമ്മൾ ഓണസദ്യക്ക് ഒരുപാട് സാധനം മിക്സ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരുപാട് കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു മിക്സ് ചെയ്യാൻ പുതിയ വാങ്ങിയതാണ്. നമ്മളെ ഹാവൽസിന്റെ പവർ ഹഗ് എന്ന് പറയുന്ന കിട്ടിക്കാറ്റ് മിക്സ് ചെയ്യാണ്. സോ ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് ഇതിലാണ് നമ്മൾ എല്ലാ പരിപാടിയും സെറ്റാക്കണം അല്ലേ ചേട്ടാ. നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യം ഇതാക്കണം നമുക്ക് വാറന്റി കാർഡൊക്കെ കിട്ടുന്നുണ്ട്. ഗൈസപ്പോ ഇതാക്കണ സെന്ററത്തെ ബോക്സിൽ നമുക്ക് മിക്സിയാണ് കിട്ടുന്നത്. ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇതാക്കണ ഇതിൽ നമുക്ക് ജാർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ജാർ. ഇനി ഇത് മൊത്തം എടുക്കല്ലേ. ഗൈസ് നമ്മളെ മിക്സ് ഇതാക്കണൊക്കെ അൺബോക്സ് ചെയ്ത് നമുക്ക് 3 ജാറുകൾ ഉണ്ട്. ഇതാണ് നമ്മുടെ മിക്സറി മെയിൻ സാധനം. അപ്പൊ ഞാൻ ഇതിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ മോട്ടർ വരുന്നത് 800 വാട്ട്സിന്റെ കിടക്കാച്ച് മോട്ടറാണ്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് ഇതിൽ 7 വർഷത്തോളം വാറന്റി ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ തന്നെ അവർ സൈറ്റിൽ, അതായത് വീട്ടിൽ വന്ന് എവിടെയാണോ മിക്സി അവിടെ വന്ന് സെറ്റ് ആക്കി തരും. ഗൈസ് പിന്നെ ഇതിൽ ബാൾ ബിയറിംഗ് മോട്ടർ ആയതുകൊണ്ട് ഇതിന്റെ എഫിഷ്യൻസി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യും. ലോ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് തന്നെ കുറെ കാലം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് കുറച്ച് അധികം കാലം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ട്രബിളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ വരുന്ന പവർഫുൾ ഗ്രൈൻഡിങ് സ്റ്റീൽ ബ്ലേഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പക്കായിരിക്കും. പിന്നെ ഇതിൽ 302 ഗ്രേഡ് വൈഡ് മൗത്ത് കണ്ടെയ്നേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിന് സ്പെഷ്യൽ എന്താ വെച്ചാൽ നമുക്ക് നല്ല വലുപ്പമാണ് സംഭവം. നമുക്ക് വേഗം എന്ത് സാധനം ഇടാനും എടുക്കാനൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ചിലത് നീളങ്ങനൊക്കെ വരുമ്പോ നമുക്ക് കൈ എത്തത്തില്ല. കുറച്ച് പ്രയാസങ്ങൾ വരും ഇടുമ്പോഴൊക്കെ. ഇതാകുമ്പോ സിമ്പിൾ ആണ്. ഇതിൽ പിന്നെ വരുന്നത് ഈ പുറമത്തെ ഈ സംഭവം ഈ ഓപ്പണിങ് അത് നല്ല സുഖം തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് അരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും എക്സ്ട്രാ ഇടണമെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് തുറക്കണ്ട. പിന്നെ ഇതിൽ പറഞ്ഞ എന്താ ചെയ്യില്ല, നമുക്ക് ഹാൻഡ് ഫ്രീ ആണ്. കാരണം ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ലോക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് വേറെ വർക്കിങ്ങിന് പോവാം. ഇത് വർക്ക് ചെയ്തുകൊണ്ട് നിന്നോളൂ. കാരണം ഇത് തെറിച്ച് പോവാൻ അതെ. ഞങ്ങൾ കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഗൈസ് ഒരു 3 സെക്കൻഡ് ഇല്ല ഞങ്ങളെ ഒരു 3-4 സെക്കൻഡേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. ഗൈസപ്പോ അത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങാം. അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. ഞാൻ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഗൈസ് അത് പൂക്കളത് ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ട് എമ്മാണ് നമ്മളെ പൂക്കളത്തിന്റെ എല്ലാ സംഭവങ്ങളും സെറ്റ് ആക്കണം. ഞങ്ങൾ ആ മിക്സിന്റെ അൺബോക്സിങ് കാര്യങ്ങളിലേക്ക് പോയി എനിക്ക് ഈ സെന്ററത്തെ നല്ല ഇഷ്ടം കേട്ടോ. എന്റെ അത് മൊത്തമായിട്ട് വന്നിട്ടുമ്മ. ഗൈസ് പിന്നെ ഇതാക്കണേ എനിക്കിവിടെ പണി കിട്ടിട്ടോ. ഇമ്മ പറഞ്ഞതാക്കണേ ഈ പൂ മൊത്തം നമുക്ക് ഇത് അവിടെ ഇടണം. ഈ ഒരു കോളത്തോടെ ഇടണം. സോ നമ്മൾ ഇതാക്കണ ഞാൻ തന്നെ ആക്കുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ് ഈ പൂ സീനാട്ടോ. ഇത് സീനാണ്. എത്ര ആയിട്ട് ഇത് വലക്കമ്പന്ന സാധനം കുറെ ചെയ്യാണ്ട് ബാക്കി ഏതെങ്കിലും പൂ എടുത്താൽ മതിയായിരുന്നു. ഞാൻ ഇതാക്കണം ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കറക്ഷൻസ്, ഞാൻ കറക്ഷൻസിന്റെ ആളാണ് ഗൈസ്. പിന്നെ ഇതാ ഫുഡ് കളറൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് വര കാണാൻ വേണ്ടിട്ട്. കറക്റ്റൊക്കെ ഞാൻ തന്നെ ഒക്കെ റെഡി ആക്കണോ? കുഞ്ഞെന്തെങ്ങാനും പരിപാടി കഴിയോ? അതെ ഇമ്മതാക്കണ സദ്യക്ക് ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെ പുതിയ മിക്സി ഉപയോഗിച്ചിട്ട്. സുധാക്കണ നമ്മളെ പൂക്കൾ ഏകദേശം റൗണ്ട് ആയി. ഇതും കൂടെയാണ് കഴിഞ്ഞമ്മ. ഇനി റൗണ്ട് ഉണ്ടോ?
ലൈൻ ആയിട്ട് എന്റെ മോനെ സീനാന്ന് കഴിയില്ല. എനിക്ക് സദ്യ കഴിക്കണം, സദ്യ. നീ എന്തേലും ഒന്ന് വന്ന് ചെയ്യ്. ഞാൻ സദ്യക്കാണ് വെയിറ്റ് ചെയ്യണത്. എനിക്ക് കുറെ സാധനങ്ങൾ കഴിക്കാണ്ട് വിശക്കണ കാര്യം. ഇവരാണ് പൂവിട്ട് തീരുന്നില്ല. എന്തൊരു പൂവിനടാ, ഞാനോട് സഹായിച്ചു കൊടുക്കട്ടെ, എന്ന് തീരൂല. അപ്പൊ ഞാനാണ് ഈ പൂക്കളെ മൊത്തമായി കിട്ടുന്നത്. കാണിക്കാൻ മാത്രല്ല വേറെ ആരും പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല. ഞാൻ മാത്രമാണ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നൊക്കെ അപ്പൊ ഇങ്ങനെ ഞാനാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് ചെയ്യണത്. കളിക്കണ്ട, ഞാനാണ് ചവിട്ടിക്കളി. ഞാൻ വേറെ കാര്യം കണ്ടില്ല, ഞാനാണ് മൊത്തം കറക്റ്റ് എന്റെ ഊർക്കൊക്കെ എത്ര മണിക്കൂറുള്ള കഷ്ടപ്പാടാറിയോ. ഞാൻ തന്നെ വീഡിയോ എടുക്കണോ, ഞാൻ തന്നെ ഇത് ചെയ്യും വേണ്ട. അതാണ് പിന്നെ ഇതാ നമുക്ക് അടുത്ത ഞാൻ തന്നെ അരിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ റൗണ്ടിൽ ഇങ്ങനെ ഇടണം. അങ്ങനെയാണ് ഞാനാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് മാത്രം നിങ്ങൾ ഇപ്പോൾ ലൈക്ക് ചെയ്യാ, ഷെയർ കഴിഞ്ഞോ? ഗൈസ്, ഇപ്പൊ നമ്മൾ ഐഡിയ എന്താ വെച്ചതാക്കണം, അതിന് ചുറ്റും ഈ ഒരു പൂ ഇങ്ങനെ വെച്ച്. ഇതിന്റെ പേരെന്താ അറിയില്ലല്ലേ, പേരൊന്നും എന്താന്ന് അറിയില്ല. പക്ഷെ ജാസ്മിനാ ഓടിയായിരുന്നു. നല്ല രസത്തിന് ചുറ്റും വെച്ച് പോരാ. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോരാ. അത് പ്രശ്നമുണ്ട്, ഫുഡ് കഴിച്ചിട്ട് പോരാ. എനിക്ക് സദ്യ പെട്ടെന്ന് വിശക്കണ് ഗായ്സ്. ഓക്കെ, ഫുഡ് എടുക്ക്, പെട്ടെന്ന് എടുക്ക്. യോ ഗൈസ്, നമ്മളെ ഇല ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഹാപ്പി. പൂക്കൾ ഇവിടെ ഇനി ഇതാക്കണം. ഒരു റൗണ്ട് കൂടി ഉണ്ടല്ലോ നമുക്ക്, റൗണ്ട് കൂടി. പക്ഷെ ഇതുവരെ ഉള്ള നല്ല അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനല്ലേ. ഈ പൂക്കൾ കറക്റ്റ് റൗണ്ട് തന്നെ കിട്ടി തീർന്നു പോയില്ല. അതെ. സോ വിളമ്പിക്കോ, സാധനങ്ങൾ വിളമ്പിക്കോ. എന്റെ വെറുപ്പിക്ക് കാരണം എനിക്ക് എന്നെ ഫസ്റ്റ് വിളമ്പി തരാം. രസമില്ല, പോരെ, ഓടിക്കായിരുന്നു. ചോറിട്ടപ്പോ പുളിഞ്ചി എടുക്കട്ടെ. അടുത്തതാക്കണം മോരും കറി അല്ലേ, മോരിനോണ്ടുണ്ടാക്കിയ മോരിന്റെ കറി. പിന്നെ ഇതാക്കണം കുറച്ച് കൂട്ടുകറികൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു വമ്പയറുള്ള സംഭവം. പച്ചടി. വീണ്ടും ഇതാക്കുന്ന ഒരു ഉപ്പറി വരുന്നു. വാവ്, കാളൻ. ഇതിന്റെ പേരൊക്കെ ശരിയാണ്, തമ്പുരാനറിയാം. കൊണ്ടാട്ടമുളക്. താങ്ക് യു. കായ വറുത്തത് ഇതിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിവിടെ ഉണ്ടായിരുന്നു, വാങ്ങേണ്ടി വന്നില്ല. ശർക്കരപ്പേരി വാങ്ങേണ്ടി വന്ന്. തടി ഉണ്ട് എടുത്തിട്ടായിരുന്നു ഞങ്ങളെ. താല്പര്യമാണല്ലോ. ഇത് നമ്മള് ലുലുന്ന് വാങ്ങിയ അച്ചാറായിരുന്നു കേട്ടോ. ചെറുതാക്കി മുറിച്ച സാധനം. ഇത് തേങ്ങനോട് ഉണ്ടാക്കിയ സംഭവം കേട്ടോ. മധുരാണെന്ന് തോന്നുന്നു. ഗൈസ്, പിന്നെ ഇതാക്കണം വലിയൊരു പപ്പടം. വേറൊരു സ്പൂൺ എടുക്കാനുള്ള മടി കൊണ്ട് ഡ്യൂടി എനിക്ക് രസവും ഈ സ്പൂണിൽ തന്നെ തന്നു. സാമ്പാറും ഡ്യൂടി ഈ സ്പൂണിനോട് തന്നെ എനിക്ക് താങ്ങി തന്നു. ഒന്ന് പെട്ടെന്ന് വയ്ക്കും ഞാൻ. അതൊക്കെ ഒന്ന് കഴിക്കണമായിരുന്നു, എത്ര നേരമായി വെയിറ്റ് ചെയ്യണേ. ഫൈനലി ഇവിടുത്തെ ഒരു മൈസൂർ പഴം കൂടെ എടുത്ത് അതുകൊണ്ട് മൈസൂർ നല്ല പോലെ ആണ്, നല്ല നാടൻ ചെറിയ പഴം. സോ ഇനി നമുക്ക് കഴിക്കാൻ തുടങ്ങാം. ഡ്യൂട്ടി നിനക്ക് വിളമ്പിത്തന്നെ എടുക്കാനാവും. അപ്പൊ ഇതാട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മളുടെ പൂവിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല അടിപൊളിയാണ്. ചോറും സാമ്പാർ കാര്യം. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ബാക്കി പറയാം. സെറ്റല്ലേ ഞങ്ങളാ? ഗൈസ്, അങ്ങനെ സദ്യ കഴിച്ച് എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല ഗൈസ്. കാലൊക്കെ വേദനിക്കിന്. ഇങ്ങനെ ഇരുന്നിട്ടാണ് കഴിച്ചത്. ഇത് ഹൊറിബിൾ സിറ്റുവേഷൻ ആണ്. കൊറേ കാലം നിലത്തിരുന്ന് കഴിച്ചിട്ട് ഞങ്ങള്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിനൊന്നും നമ്മളിങ്ങനെ കഴിച്ചില്ല. ഓക്കെ, എനിവേ സദ്യ നല്ല രസമുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ആക്കണ നമ്മളെ പായസം പിന്നെ മെനിയാന്ന് ഉണ്ടാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ച് കുടിയോട് കുടിയാണ്. എല്ലാത്തരം പായസങ്ങളും ഇവിടെ ഉണ്ട്. ആഹാ, അപ്പതോടുകൂടി സദ്യ കഴിയും. ഡ്യൂട്ടി സദ്യ കഴിച്ചിട്ടുണ്ട്. ഡ്യൂട്ടിന്റെ ഏത് അപ്പുറത്തുണ്ട്. ഓള് ഏതാ പറ്റുന്നത് കൂടുതൽ പറയില്ല. ഓക്കെ ഡ്യൂട്ടി ഇതാക്കണം. നമ്മളെ ലാസിനെ കൊണ്ടുവരും. നമുക്ക് ലാസിക്ക് ഒന്നും അറിയില്ല, ഓണാണെന്നൊന്നും അറിയില്ല. ഇങ്ങോട്ട് കൊണ്ടുവരും. ഓ ലാസി പെണ്ണേ ലാസി നമുക്ക് പൂക്കളം കാണണ്ടേ? പൂക്കളം നമുക്ക് തല്ലിപ്പൊട്ടിക്കണ്ടേ? ചൂടുണ്ടല്ലോ ഞങ്ങളെ ചെറുതായിട്ട്. ഇല്ല, എന്നാ ലാസി നല്ല നോട്ടാട്ടോ. ഇതാക്കട്ടെ, നമ്മളെ പൂക്കളം ഏകദേശം ഒക്കെ റെഡി ആയിരുന്നുണ്ട്. ഇവിടെ രാജി, ഇവിടെ ഇതർസേ
ക്യാമറ ആണ് മണത്ത് നോക്കണത്. പൂക്കൾ പൂക്കൾ രാജി പൂക്കൾ. അതെ ഒരു സ്മെല്ലുണ്ട്, പുറത്തേക്ക് ഒരു കണ്ണുണ്ട് ഇനി. പക്ഷെ പൂവാട്ടോ ഞങ്ങളെ പോണ ഉറക്കത്ത് എണീറ്റ് മാതിരി നല്ല പണി ഉണ്ടല്ലോ ഇനി. ലാസി പൂക്കളമാണ് ലാസി. ലാസി ഒന്നും മാന്താന്ന് തോന്നുന്നുണ്ടോ പൂക്കളോ? ലാസി ഒന്ന് ഇമ്മതാക്ക ഇങ്ങോട്ട് കൂടി കൊണ്ട് നീട്ടി സംഭവങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് ഫുള്ളായി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രസം കിട്ടും കാണാൻ ഞങ്ങളെ ഒരു വെറൈറ്റി സംഭവം വരുന്നുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ ഫയലിലൊക്കെയാണ്. ഡ്യൂട്ടി ആണെങ്കിലും ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്താ പറയാനുള്ളേ? പറയണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഫൈനലി അങ്ങനെ ഞങ്ങളുടെ എന്താ പറയാ ഫ്ലവർ എന്തായാലും പറയുന്നത് അത്തം എന്നല്ല പറയാ, എന്തായാലും പെരിയൊരു ഫൈനലി നമ്മളെ പൂക്കളം ഇവിടെ റെഡി ആയിരിക്കുന്നു. കുറെ കാലത്തിന് കുറെ നേരങ്ങൾക്ക് ശേഷം ഡ്യൂഡിയും മമ്മിയും കൂടിയുള്ള കലാസൃഷ്ടി. ഞാനും ഞാനതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ഓവറാക്കാൻ നോക്കി. വീഡിയോ കാണിക്കാൻ വേണ്ടി വെള്ളപ്പൂട്ട് അത് ഞാൻ ഇട്ടിരുന്നു കുഞ്ഞുമോൾ. ഗതപ്പ് ഇതാണ് നമ്മളുടെ പൂക്കളം. കണ്ടില്ലേ നല്ല വൃത്തിയിൽ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ ഞങ്ങളെ. ഏത് നമ്മള് പക്ഷെ ടൈം ഇല്ലാത്തത് കൊണ്ട് അതെ പൂവും വേണമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഉള്ളത് നല്ല വൃത്തിയിൽ. എനിക്ക് ഇതിന്റെ സെന്ററത്തതാണ് നല്ലൊരു ഹൈലൈറ്റ് ചെയ്ത് തോന്നുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ. എന്നിട്ട് ആ റോസ് പിന്നെ സ്റ്റാർ അങ്ങനെ 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 പൊളി. പിന്നെ നോക്കണ ഈ ഭാഗത്തേക്കൊന്നും പൂക്കളില്ല. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ വേറെ കാര്യം. ഏതായാലും കുഴപ്പമില്ല ഗൈസ്. ഗതപ്പ് അതൊക്കെയാണ് നമ്മളുടെ ഓണപരിപാടി. പുറത്തേക്ക് പോണ പരിപാടികളൊന്നുമില്ല. ഞാൻ പൊളിക്കും. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. അവിടെ അതിനത്ര സ്ഥലം അവിടെ അല്ല. പെട്ടികൾ ഇഷ്ടം പോലെ പെട്ടികളാണ്. വീട് നിറച്ച് പെട്ടികളായിട്ട് അതൊന്നും സ്ഥലമില്ല. പിന്നെ നമ്മളെ ലാസ് ഇപ്രാവശ്യം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലാസ് ഉണ്ട്. അതെ 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 ലാസ് ഉള്ള സീനാക്കും. സോ വീഡിയോ ലൈക്ക് ചെയ്യാം, കൂടിയാണ് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊക്കെ. നാളെ 5 മണിക്ക് നാളാണ് വലിയ ഓണം. എന്താ പറയാ വലിയ ഓണത്തിന് തിരുവോണം. നാളെ ഇതിനെക്കാട്ടി വീട്ടിൽ